إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ സ്നേഹമുള്ള സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിം നാമധാരികൾ നടത്തുന്ന ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആഘോഷമാണ് മൗലിദാഘോഷം എന്നുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുമായി സഹകരിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമായ വിഷയമല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൗലിദാഘോഷത്തെ, റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന ഈ ആഘോഷത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ ഇവർ നടത്തുന്ന ആഘോഷത്തെ എന്തുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് കാരണത്താലാണ് നമ്മൾ അത് ആഘോഷിക്കാത്തത്? എന്ത് കാരണത്താലാണ് അതിനെ നമ്മൾ വിമർശിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പരാമർശവുമില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 6000-ൽ കൂടുതലുള്ള ആയത്തുകൾ അതെടുത്ത് പരിശോധിച്ചാൽ ഒരു ആയത്തിൽ പോലും ഇവർ നടത്തുന്ന മൗലിദാഘോഷത്തിന് യാതൊരു തെളിവുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഹദീസ്, 10,000-കണക്കിന് സ്വഹീഹായ ഹദീസുകൾ, ആ ഹദീസുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇവർ നടത്തുന്ന ആഘോഷത്തിന് യാതൊരു തെളിവും അത്തരത്തിലുള്ള സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മ ദിവസത്തെ സംബന്ധിച്ച്, തിങ്കളാഴ്ച ദിവസത്തെ സംബന്ധിച്ച് റസൂലുള്ള ജനിച്ചത് തിങ്കളാഴ്ചയാണെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ നടത്തുന്ന മൗലിദാഘോഷത്തിന് യാതൊരു തെളിവും വിശുദ്ധ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മൗലിദാഘോഷിക്കാത്തത്, അതിനെ എതിർക്കുന്നത്. ഒന്നാമത്തെ കാരണം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവും അതിനില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച കാര്യം എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം, റസൂലുള്ള പാടില്ല എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പരാമർശവുമില്ല. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة نبيه صلى الله عليه وسلم. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ضلالത്തിലാവുകയില്ല.
നിങ്ങൾ ഒരിക്കലും പേച്ചു പോവുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് കിതാബല്ലാഹ് വ സുന്നത നബിയിഹി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് റസൂലിന്റെ സുന്നത്താണ്. ഇത് മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പേച്ചു പോകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ബാധ്യത. ആ വിശുദ്ധ ഖുർആനിൽ, ആ ഹദീസുകളിൽ ഒന്നും തന്നെ ഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തെളിവുമില്ല എന്നുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മൗലിദ് ആഘോഷിക്കാത്തത്, അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസം ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ള പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ള പരിഹാരവും റസൂലുള്ള പറഞ്ഞു. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളായ എനിക്ക് ശേഷം ഖലീഫമാരായി വരുന്ന അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരാണല്ലോ ഖലീഫമാർ. ഇവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹ് അതിനുള്ള പരിഹാരമായി പറഞ്ഞു. ഈ 4 ഖലീഫമാരും അവർ ഈ മൗലിദ് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ പോലും ഒരു മൗലിദ് അവർ ആഘോഷിച്ചിട്ടില്ല. റബീഉൽ അവ്വലിൽ റസൂലിന്റെ ജന്മദിനാഘോഷം അവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളും ആ ആഘോഷം നടത്തുന്നില്ല. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഈ ഉമ്മത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്റെ സ്വഹാബത്താണ്. പിന്നീട് അവർക്ക് ശേഷം ജീവിച്ച താബിഈകൾ, പിന്നീട് അവർക്ക് ശേഷം ജീവിച്ച തബഉ താബിഈൻ, അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമന്മാരെന്ന് റസൂലുള്ള പറഞ്ഞു. ഈ 3 തലമുറയിലും നബിദിനാഘോഷം എന്ന് പറയുന്ന പ്രവർത്തനം ഉണ്ടായിട്ടേയില്ല. മാത്രമല്ല ആദ്യത്തെ 3 തലമുറ അല്ലെങ്കിൽ ഹിജ്റ 300, ആ 300 വരെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിന് വേണ്ടി സേവനമർപ്പിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 നൂറ്റാണ്ടാണ്. ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഏറ്റവും വലിയ പണ്ഡിതന്മാർ ജീവിച്ചത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലാണ്. അവർ രചിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, അബു ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത് അൽ-കൂഫി റഹിമഹുല്ലാഹ്, അബു അബ്ദില്ലാ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, അബു അബ്ദില്ലാ അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്, ഇത്തരത്തിലുള്ള മദ്ഹബിന്റെ 4 ഇമാമുകൾ അവർ രചിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെ ഇമാം ബുഖാരി, മുസ്ലിം, അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടമാണ് ആദ്യത്തെ 300 വർഷം. അവർ രചിച്ച ഗ്രന്ഥത്തിൽ ഒരു സെന്റൻസ് പോലും, ഒരു ജുംല പോലും ഈ മൗലിദാഘോഷത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സെന്റൻസ് പോലും, ഒരു ജുംല പോലും മൗലിദാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവർ രചിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതും നമ്മൾ മൗലിദ് ആഘോഷിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അവരാണ് ഉത്തമരായിട്ടുള്ള തലമുറ, അവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും ഇത്തരത്തിലുള്ള ഈ മൗലിദ് ആഘോഷത്തിന് തെളിവായിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം തന്നെ ഇതിനെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ സംബന്ധിച്ചതാണ്. ഹിജ്റ 300-ന് ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരാണെന്ന് പറഞ്ഞ തലമുറ ഈ ആഘോഷം നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നില്ല, അതിനെ എതിർക്കുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്ന കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ അറഫ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ മാഇദ ആയത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്നേ ദിവസം തന്നെ ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട്, ഇസ്ലാം കാമിലായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാം അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പൂർത്തിയായ ഇസ്ലാമിൽ ഈ മൗലിദ് ആഘോഷമില്ല. റസൂലുള്ള പറയുന്ന ഒരു ഹദീസ് നോക്കൂ. റസൂലുള്ള പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവുമില്ല, വയുബാഇദുകും അനിന്നാർ, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവുമില്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാതെ.
വീണ്ടും റസൂലുള്ള പറഞ്ഞു വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാർ വയുബാഇദുകും മിനൽ ജന്ന, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഇല്ല ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, ഞാനത് വിരോധിച്ചിട്ടല്ലാതെ. സ്വർഗത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്ക് എത്താം, എന്തൊക്കെ ചെയ്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് എത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ലക്ഷ്യം, യാതൊരു സംശയവുമില്ല. അതിനുള്ള കാര്യം റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ റസൂലുള്ള പഠിപ്പിച്ച കാര്യത്തിൽ ഈ മൗലിദാഘോഷം എന്ന് പറയുന്ന കാര്യം ഇല്ല തന്നെ. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ മൗലിദാഘോഷമെങ്കിൽ, നരകത്തിൽ നിന്ന് നാം അകറ്റുന്ന ഒരു കാര്യമാണ് ഈ ആഘോഷമെങ്കിൽ റസൂലുള്ള അത് പഠിപ്പിക്കുമായിരുന്നു. മാത്രല്ല, ഈ മൗലിദാഘോഷം എന്നുള്ളത് ഒരു പുണ്യം എന്ന നിലക്ക്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇബാദത്ത് എന്ന നിലക്ക് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്. അത്തരത്തിൽ ആരെങ്കിലും ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മൗലിദാഘോഷം നടത്തുന്നതെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സമ്മതിക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറഹാ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതുതായ കാര്യം ചെയ്യുകയും എന്നിട്ട് അത് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാലത, അവൻ വാദിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം ഖിയാനത്ത് നടത്തി, വഞ്ചന നടത്തി എന്നുള്ള കാര്യമാണ്. കാരണം അല്ലാഹു തആല പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം പൂർത്തിയായി എന്ന് അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വീണ്ടും ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇസ്ലാമിലുള്ള കാര്യമായി ചെയ്താൽ അതിന്റെ അർത്ഥം അവർ അത് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അവർ ആ ബിദ്അത്ത് ചെയ്യുന്നതിലൂടെ സമ്മതിക്കുന്ന കാര്യമാണ്. റസൂലുള്ള ഇസ്ലാം പൂർത്തിയായി പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ റസൂലുള്ള മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവരുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കപ്പെടുന്ന കാര്യം, തെളിയുന്ന കാര്യം. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാൻ, ഫമാ ലം യകുൻ യൗമൈദിൻ ദീന ഫലാ യകൂനു യൗമ ദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെന്നാണോ ദീന് അത് തന്നെയാണ് ഇന്നും ദീന്. അന്ന് ദീനല്ലാത്ത ഒരു കാര്യവും ഇന്നും ദീനല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം ഇല്ല തന്നെ. അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നില്ല, അതിനെ വിമർശിക്കുന്നു. അടുത്ത കാരണം അത് ബിദ്അത്താണ്. നമ്മൾ ഈ പറഞ്ഞ തെളിവുകൾക്ക് അനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അൽ ബിദ്അത്തു അൽ ഹദത്തു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ, ഇസ്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് പുതുതായി കണ്ടുപിടിക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഈ മൗലിദാഘോഷം എന്ന് പറയുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാര്യമാണ്, അതിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അ, മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിന അസ്സലഫി സ്സാലിഹ് മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ 3 തലമുറ, ആ തലമുറയിൽ നിന്ന് ഒരു സലഫിൽ നിന്നും ആ തലമുറയിൽ ജീവിച്ചിട്ടുള്ള സലഫ് സാലിഹുകൾ അവരിൽ നിന്നൊന്നും തന്നെ അവർ ചെയ്തതായിട്ട് ഒരു നഖലും ഒരു റിവായത്തും ഒരു റിപ്പോർട്ടും അതുമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അവരാരും അത് ചെയ്തിട്ടില്ല. അത് അസ്ലു അമലിൽ മൗലിദി ബിദ്അ, മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുമുണ്ട്. അത് ബിദ്അത്താണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജ, റസൂലുള്ള ഖുത്ബ നടത്തുമ്പോഴൊക്കെ റസൂലുള്ള പറയാറുള്ള കാര്യം എന്താണ്? വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടത്, ഏറ്റവും ശർറായിട്ടുള്ളത് മുഹ്ദസാതുഹാ, പുതുതായി ഉണ്ടായ കാര്യമാണ്. ദീനിലേക്ക് പുതുതായി ഉണ്ടായ കാര്യമാണ് ഏറ്റവും വൃത്തികെട്ട കാര്യം, ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് റസൂലുള്ള പറഞ്ഞു. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടായ കാര്യവും ബിദ്അത്താണ്. എല്ലാ പുതുതായി ഉണ്ടായ കാര്യവും ബിദ്അത്താണ്. നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ള ഈ കാര്യം പറയുന്ന സന്ദർഭം ഏതാ? റസൂലുള്ള എല്ലാ ഖുതുബയുടെ സന്ദർഭത്തിലും റസൂലുള്ള ഈ കാര്യം പറയാറുണ്ട്. നമ്മളും ഖുതുബയിൽ അത് പറയാറുണ്ട്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ ഖുതുബയിലും നമ്മൾ പറയുന്ന കാര്യമാണ്. ഖുതുബത്തുൽ ഹാജയിൽ റസൂലുള്ള ഈ കാര്യം പറയുന്ന സമയത്ത് ഒരു ബിദ്അത്ത് പോലും ആ നാട്ടിലില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഖവാരിജികൾ ഉടലെടുത്തത്. ഖവാരിജിയത്ത് ഉണ്ടായത്, അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ബിദ്അത്ത്.
അതുവരെയും ബിദ്അത്ത് എന്ന് പറയുന്ന കാര്യം റസൂലിന്റെ കാലത്ത് ഇല്ല തന്നെ. റസൂലിന് അത് പരിചയമില്ല സഹാബത്തിന്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്തിന് പരിചയമില്ല. പക്ഷേ വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ച് റസൂലുള്ള എല്ലാ ഖുതുബയിലും ഖുതുബത്തുൽ ഹജ്ജ് നടത്തുമ്പോഴൊക്കെ റസൂലുള്ള അത് പരാമർശിക്കും. അതിന്റെ ഗൗരവത്തെ അത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബിദ്അത്താണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം ബിദ്അത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മാത്രമല്ല അതിൽ നിന്ന്, ഈ മൗലിദ് ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും അത് എതിർക്കാനുള്ള മറ്റൊരു കാരണം, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഏത് ബിദ്അത്താണെങ്കിലും അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഏത് ചെറിയ ബിദ്അത്താണെങ്കിലും അത് ഹറാമാണ്. ബിദ്അത്തിന്റെ ദറജയിൽ വ്യത്യാസമുണ്ടാകും. മുകഫിറത്തായ ബിദ്അത്തുകളുണ്ട്, കാഫിറായി പോകുന്ന ബിദ്അത്തുകളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള ബിദ്അത്തുകളുണ്ട്. അങ്ങനെയുള്ള ബിദ്അത്തിന് വകഭേദങ്ങളുണ്ട്. പക്ഷേ ഏത് ബിദ്അത്താണെങ്കിലും ബിദ്അത്തിന്റെ വിധി ഹറാം എന്നുള്ളതാണ്. നിരന്തരം ഹറാം ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. മാത്രമല്ല ബിദ്അത്ത് എന്നുള്ളതാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം, ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ശിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും അവന് താല്പര്യമുള്ള മേഖല. സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ, ഇബ്ലീസിന് ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, തിന്മയേക്കാൾ പാപത്തേക്കാൾ ഇബ്ലീസിന് ശൈത്താൻ ഇഷ്ടം ബിദ്അത്താണ്. എന്തുകൊണ്ടാണ്? ബിദ്അത്താണ് മഅസിയത്തിനേക്കാൾ, തിന്മയേക്കാൾ പിശാചിന് ഇഷ്ടമുണ്ടാകാൻ കാരണം അൽ മഅസിയതു യുതാബു മിൻഹാ, തിന്മയിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന ആൾക്കാരെ അത് തെറ്റാണെന്നുള്ളത് അവൻ ഏത് സമയത്തും തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, ബിദ്അത്തിൽ നിന്ന് തൗബ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബിദ്അത്ത് ചെയ്യുന്ന ആളുകളൊക്കെ നല്ലതല്ലേ എന്ന് കരുതിയിട്ടാ ചെയ്യുന്നത്. നാളെ പരലോകത്ത് പുണ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് തൗബയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചാൽ മാത്രമേ ഇവിടെ തൗബ ചെയ്യുള്ളൂ. അപ്പൊ തൗബ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം, ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയം തിന്മയേക്കാൾ അവന് ബിദ്അത്താണ് എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും നമ്മൾ ആ ബിദ്അത്തിൽ നിന്ന്, മൗലിദ് പോലെയുള്ള ഏത് ബിദ്അത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജയിൽ തന്നെ പറയുന്ന കാര്യമാണ്, എല്ലാ റസൂലുള്ള ഖുതുബയിലും പറയുന്നതാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും അത് ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലേക്കാണ്. ബിദ്അത്തുകളൊക്കെ ളലാലത്താണ്, വഴികേടാണ്. ആ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം വഴികേടാണ്, അത് ചെന്ന് അവസാനിക്കുക അത് നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റഅ അന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണെന്ന് കരുതിയാലും എല്ലാ ബിദ്അത്തും ളലാലത്താണ്. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ജനങ്ങൾ അത് നല്ലതാണെന്ന് വിചാരിച്ചാലും കരുതിയാലും അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഏത് ബിദ്അത്താണെങ്കിലും നല്ലതല്ലേ, നല്ല കാര്യമല്ലേ, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ലേ എന്നൊക്കെ ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം, സമയമോ കാലമോ ഇസ്ലാം വെക്കാത്തൊരു കാര്യം, അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ടൊക്കെ ചെയ്താലും അത് ബിദ്അത്ത് തന്നെയാണ്, അത് ളലാലത്താണ്. അതിൽ സംശയമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, അതിലൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും അത് ചെയ്യുന്ന ആളുകൾ നരകത്തിലേക്കാണ് എത്തുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. മാത്രമല്ല നമ്മൾ ഈ മൗലിദ് പോലെയുള്ള ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മറ്റൊരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തആല ബിദ്അത്ത് ചെയ്യുന്ന ആളുടെ തൗബ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നുണ്ട്, അയാൾ തൗബ ചെയ്താലും അല്ലാഹു ആ തൗബ തടയും. ഏത് കാലം വരെ? ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്ത് അവൻ ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കൂല എന്നാണ്. മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും കുടുംബത്തിലൊക്കെ ഉണ്ടാകും, അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ മൗലിദുമായി കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇത്തരത്തിലുള്ള ബിദ്അത്തുകളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിക്കൂല. ഇന്നല്ലാഹ ഹജബ തൗബത, അള്ളാഹു തൗബ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ആർക്കാണ്? സാഹിബു ബിദ്അ, ബിദ്അത്ത് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം, അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അള്ളാഹു വരെ തൗബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്ന്, മൗലിദ് പോലെയുള്ള ബിദ്അത്തുകളിൽ നമ്മൾ മാറി നിൽക്കുന്നു. മറ്റൊരു കാര്യം, നാളെ പരലോകമെന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ
ഹൗദുൽ കൗസറിന്റെ പാനീയം കൊടുക്കുന്ന സമയത്ത് ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക് അതിൽ നിന്ന് കുടിക്കാൻ ലഭിക്കൂല. പാലിനേക്കാൾ മധുരമുള്ളത്, അതുപോലെ തന്നെ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും അതുപോലെ തന്നെ കസ്തൂരിയേക്കാൾ മണമുള്ളതും എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിട്ടുള്ള ഹൗദുൽ കൗസർ, അതൊരു പ്രാവശ്യം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് ലഭിക്കൂല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ആ വെള്ളം കോരിക്കൊടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിയതായി റസൂലുള്ളാഹിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹും മിന്നി, അവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി വിളിച്ചു പറയും. ആ സമയത്ത് റസൂൽ ലഭിക്കുന്ന മറുപടി എന്താ? ഹൗദുൽ കൗസറിൽ വെള്ളം ലഭിക്കാതെ ആ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്ന ഉമ്മത്തിനെ ചൂണ്ടിക്കൊണ്ട് ഇന്നഹും മിന്നി, അവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി വിളിച്ചു പറയുമ്പോ റസൂൽ ലഭിക്കുന്ന മറുപടി, ഇന്നക ലാ തദ്രി മാ അമിലു ബഅദക്, നീ മരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയതെന്ന് നിനക്കറിയില്ല, എന്തൊക്കെ ബിദ്അത്തുകളാണ് അവർ ദീനിലേക്ക് കടത്തുകൂട്ടിയതെന്ന് താങ്കൾക്കറിയുകയില്ല എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി കാര്യം മനസ്സിലാക്കി റസൂലുള്ളാഹി പറയാൻ, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം എന്റെ ദീനിൽ തബ്ദീൽ ഉണ്ടാക്കിയ, മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയ, ബിദ്അത്തുകൾ ഉണ്ടാക്കിയ ആളുകൾ അകന്നു പോകട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിവിടും എന്നുള്ളതാണ്. ഹൗദുൽ കൗസറിന്റെ വെള്ളം അവർക്കില്ല. മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഈ മാസം ജോറായ ഭക്ഷണങ്ങളും ഭക്ഷണ പരിപാടികളൊക്കെ ഉണ്ടാകും. ഇത് കഴിച്ച് ഇവിടെ ഈ ബിദ്അത്തുമായി സഹകരിച്ചാൽ നാളെ പരലോകത്ത് ഒരാളും ഭക്ഷണം തരാത്ത അവസ്ഥയിൽ, ഒരാളും വെള്ളം തരാത്ത അവസ്ഥയിൽ ഹൗദുൽ കൗസർ എന്ന വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹമില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ വെള്ളം കിട്ടുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. വല്ലാത്ത നഷ്ടമായിരിക്കും. അതുകൊണ്ടും നമ്മൾ ആ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. മാത്രമല്ല, ഈ മൗലിദാഘോഷത്തിൽ നിന്നും മാറി നിൽക്കാൻ, അതിനെ വിമർശിക്കാൻ അത് പാടില്ല എന്ന് പറയാനുള്ള കാരണം, അത്തരത്തിലുള്ള ബിദ്അത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ അമലിനെ തള്ളിക്കളയും, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ദീനിൽ കടത്തിക്കൂട്ടിയാൽ അത് അല്ലാഹു തള്ളിക്കളയും ആ അമലിനെ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, റസൂലുള്ളാഹി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞാൽ, വേറെ റിവായത്താണ്, എന്റെ കൽപ്പനയില്ലാത്തൊരു അമൽ ആരെങ്കിലും ചെയ്താൽ അത് തള്ളുന്നതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇവിടെ എത്ര സമയം ചെലവഴിക്കുന്നത്, ആരോഗ്യം, സമയം, സമ്പത്ത്, ഈ ബിദ്അത്തിന് വേണ്ടി എത്ര സമയമാണ്, രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിട്ടാണ് ഈ ബിദ്അത്ത് ചെയ്യുന്നത്. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോ ആ അമലിനെ അല്ലാഹു പൊളിച്ചു കളയും. ഇവിടെ സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ സമയനഷ്ടം, ആരോഗ്യ നഷ്ടം, നാളെ പരലോകത്തെത്തിയാൽ ഒന്നും ലഭിക്കാത്ത അവസ്ഥ. മാത്രമല്ല അവർക്ക് ശിക്ഷയും ലഭിക്കും. ഗുരുതരമായ വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ മൗലിദാഘോഷം പോലെയുള്ള ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. മൗലിദാഘോഷത്തെ എന്തുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്? അതിനുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാരണം, മുസാബഹത്തുൽ കുഫാർ, കാഫിറുകളോടുള്ള ഒരു അനുകരണം ഈ മൗലിദാഘോഷത്തിലുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ജന്മദിനാഘോഷങ്ങൾ കടന്നു വന്നിട്ടുള്ളത്? നസ്രാനി യഹൂദികളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രാവശ്യത്തെ മൗലിദ്. മൗലിദ് കഴിഞ്ഞാൽ ഉടനെ 2 ദിവസം കഴിഞ്ഞാൽ അടുത്തത് നസ്രാനികളുടെ ക്രിസ്തുമസ് ആണ്. മാത്രമല്ല, ജന്മദിനാഘോഷം എന്ന് പറയുന്ന പ്രവർത്തനം അത് കുഫാറുകളായി, കാഫിറുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തെ അനുകരിച്ചാൽ, ആരെങ്കിലും ഒരു സമുദായത്തെ അനുകരിച്ചാൽ അവൻ അവരുടെ കൂട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ മുശാബഹത്തുൽ കുഫാർ, കാഫിറുകളോടുള്ള അനുകരണമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അല്ലാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം, അതിന് കുഫാറുകളുടെ ഒരു മുശാബഹത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം, യാതൊരു സംശയവുമില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് നമ്മൾ ദിവസം 17 തവണ ചുരുങ്ങിയത് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ശപിക്കപ്പെട്ടവർ, അതുപോലെ കോപിക്കപ്പെട്ടവർ, ദലാലത്തിലായവർ എന്ന് പറഞ്ഞ നസ്രാനി യഹൂദികളാണ്. അവരുടെ മാർഗത്തിൽ ഞങ്ങൾ ആക്കല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഒരിക്കലും അവരോട് ഒരു അനുകരണം, അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ ഈ മൗലിദ് പോലെയുള്ള ഈ മൗലിദ് ബിദ്അത്ത് എതിർക്കാനുള്ള, ഇത്തരത്തിലുള്ള മൗലിദാഘോഷത്തെ എതിർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന മൗലൂദുകൾ, അതിലുള്ള ശിർക്കൻ വരികൾ എത്ര അപകടം പിടിച്ചതാണ്.
അത് ചൊല്ലുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ അതിന്റെ അർത്ഥം അറിയില്ല. പക്ഷെ ഒരുത്തൻ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ആ മൗലിദ് പാരായണം ചെയ്യുന്നതെങ്കിൽ, അതിൽ ശിർക്കിന്റെ വരികളാണ് അവൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്തായ യാതൊരു സംശയവുമില്ല. ഒരുപാട് മൗലൂദുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ പലതും ശിർക്കൻ വരികളാണ്. മങ്കൂസ് മൗലൂദ് പരിചിതമായിട്ടുള്ള സുപരിചിതമായിട്ടുള്ള മൗലൂദാണ്. അതിൽ പറഞ്ഞൊരു വരി, ഒരുപാട് തിന്മ ഞാൻ ചെയ്തു, കണക്കില്ലാത്ത തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട്. റസൂലെ, നിന്നോടാണ് ഞാൻ ശിക്കായത്ത് പറയുന്നത്, താങ്കളോടാണ് എന്റെ ആവലാതി പറയുന്നത്. ലാക അസ്കു എന്ന പ്രയോഗം തന്നെ അറബിയിൽ എന്താ? തഖ്ദീമു മാ ഹഖ്ഖുഹു വതഅഖീർ. ആമിലിനേക്കാൾ മഅമൂൽ മുന്തിയാൽ അതിന് ഹസ്റിന്റെ മാന ലഭിക്കും. ലാക അസ്കു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നിന്നോട് മാത്രം ഞാൻ ശിക്കായത്ത് പറയുന്നു എന്നാണ്. നിന്നോട് മാത്രമാണ് ഞാൻ എന്റെ ആവലാതി പറയുന്നത് എന്ന് റസൂലിനെ വിളിച്ചു പറയാൻ ശിർക്കാന്ന് സംശയമുണ്ടോ? റസൂലിനോടാണ് നമ്മൾ മഗ്ഫിറത്തിനെ ചോദിക്കേണ്ടത്. നമ്മൾ പാപം ചെയ്താൽ അള്ളാഹുവിനോടല്ല ചോദിക്കേണ്ടത്. അല്ലാഹു തആല എന്താണ് ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാണ് നമ്മൾക്ക് പാപം പുറത്തു തരാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പാപം പുറത്തു തരാനുള്ള കഴിവില്ല. റസൂലിനെ അല്ലാഹു തആല അത് ഏൽപ്പിച്ചിട്ടില്ല. മഗ്ഫിറത്ത് നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. മഗ്ഫിറത്ത് നമ്മൾ ഏതെങ്കിലും സൃഷ്ടിയോട് ചോദിച്ചാൽ അത് അല്ലാഹുവിനോട്, റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലിനോടാണെങ്കിലും ഏത് ഔലിയാക്കന്മാരോടാണെങ്കിലും അത് ശിർക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ, ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ എത്രയാണ് മൗലൂദുകളിലുള്ളത്? അല്ലാഹു തആല എന്താ പറഞ്ഞത്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിനെ പുറമെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു കൃത്യമായി സൂറത്തുൽ ജിന്നിൽ പറഞ്ഞു. ഒരാളോടും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ആളുകളോട്. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ധാരാളമായി കേൾക്കപ്പെടുന്ന ഒരു വചനാണ്. റസൂലിനെ വിളിച്ചിട്ടാ പറയുന്നത്. അത് ദുആണ്, സംശയമല്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിന് പുറമെ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം. ശിർക്കൻ വരികൾ അർത്ഥമറിഞ്ഞിട്ടാണ് ഒരാൾ അത് ചെല്ലണമെങ്കിൽ അവന്റെ കാര്യം വളരെ കഷ്ടമാണ്. അവൻ ചെയ്തത് ഏറ്റവും വലിയ പാപമാണ്. അവൻ ചെയ്തത് ഏറ്റവും വലിയ മുൽമാണ്, ഏറ്റവും വലിയ അക്രമമാണ്. അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. മാത്രമല്ല അവന്റെ അമലുകളൊക്കെ അല്ലാഹു തആല പൊളിച്ചു കളയും. മാത്രമല്ല അവന് നാളെ സ്വർഗം ഹറാമാണ്. അവന്റെ സങ്കേതം എന്ന് പറഞ്ഞാൽ അത് നരകമാണ്. നരകത്തിലാണ് അവന് സ്ഥിര താമസമുള്ളത്. അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂല. അവൻ സ്വർഗം ഹറാമാണ് ശിർക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ അവന് വേണ്ടി ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ പ്രാർത്ഥന പോലും നടത്താൻ പറ്റൂല. ശിർക്ക് ചെയ്തവൻ അള്ളാഹുവിന്റെ പേരിൽ കളവാണ് കെട്ടിച്ചമച്ചത് എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് അപകടങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് ശിർക്ക്, ഏറ്റവും വലിയ ചിന്മ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. പക്ഷേ ഈ ശിർക്കൻ വരികൾ മനസ്സറിഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അവൻ ശിർക്കാണ് ചെയ്തത്, അവൻ മുശ്രിക്കായി തീരും. വിഷയം വളരെ ഗുരുതരമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സത്യം അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അധികാരങ്ങൾ സംവാദത്തിനോ തർക്കത്തിനോ ഒന്നുമില്ല. കാര്യങ്ങൾ സത്യം അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചാൽ തന്നെ അവർ സ്വീകരിക്കും. ഒരു പക്ഷേ ഈ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, ഒരു പക്ഷേ മറ്റുള്ളവരൊക്കെ ഈ ബിദ്അത്തുമായി സഹകരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ കുറച്ച് പ്രയാസപ്പെട്ടാലും നാളെ പരലോകം ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകണം. സത്യം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, താലിബുൽ ഹഖ് യക്ഫിഹി ദലീൽ. സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു തെളിവ് കൊടുത്താൽ മതി. വസാഹിബുൽ ഹവ ലാ യക്ഫിഹി അൽഫു ദലീൽ. ഹവയെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1000 തെളിവ് അയാളെ മുന്നിലിട്ട് കൊടുത്താലും അത് സ്വീകരിക്കൂല. അത് ഹവ, തന്നിഷ്ടം പിന്തുടരുന്നവരുടെ പ്രത്യേകതയാണ്. അവർക്ക് 1000കണക്കിന് തെളിവാരുടെ മുമ്പിൽ വെച്ചാലും വിശുദ്ധ ഖുർആനും ആയാത്തുകളും വെച്ചാൽ അവർക്ക് സ്വീകരിക്കാൻ തോന്നൂല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ബിദ്അത്തിൽ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കണം. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ബിദ്അത്ത് ചെയ്യാത്ത, അത് ബിദ്അത്താണെന്ന് വിശ്വസിക്കുന്ന, ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഈ ബിദ്അത്തുമായി നമുക്ക് സഹകരിക്കാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ വിഷയത്തിൽ, പുണ്യത്തിന്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും പരസ്പര സഹായം. തിന്മയുടെയും ശത്രുതയുടെയും വിഷയത്തിൽ ഒരിക്കലും സഹായിക്കാൻ പാടില്ല, പരസ്പരം സഹായിക്കാൻ പാടില്ല. അല്ലാഹു പറഞ്ഞതാണ്. ഇത് തിന്മയാണെന്നില്ല യാതൊരു സംശയവുമില്ല. വമ്പിച്ച തിന്മയാണ്. അതുമായി നമുക്ക് ഒരു സഹകരണവും പാടില്ല. ഒരു ചെറിയ രൂപത്തിൽ പോലും നമ്മൾ സഹകരിക്കാൻ പാടില്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, വലാ യജൂസു ലിആനതു അലാ ഇഖാമത്തി ഹാദിഹിൽ ഇഹ്തിഫാലാത്ത്
ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് അത് സംഘടിപ്പിക്കാൻ സഹായം നൽകുക എന്നുള്ളത് അനുവദനീയമല്ല. ബിൽ മാലി, സമ്പത്ത് കൊണ്ട് സംഭാവന കൊടുക്കുക, വലാ ബിൽ ഹദായ, ഹദിയ കൊടുക്കുക, എന്തെങ്കിലും സമ്മാനം കൊടുക്കുക, വലാ തൗസി അക്വാബി ചായ്, അതുപോലെ തന്നെ ചായ വിതരണം ചെയ്യുക, വലാ യജൂസു ഇൽഖാഉൽ ഖുതബി വൽ മുഹാദറാത്തി ഫീഹ, പ്രസംഗങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുക, അതൊന്നും പാടില്ല ഈ ബിദ്അത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ലിഅന്ന ഹാദാ, കാരണം ഈ സന്ദർഭത്തിൽ ഇതൊക്കെ സംഘടിപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ലിഅന്ന ഹാദാ മിൻ ഇഖ്റാരിഹ, കാരണം ഇത് ഈ രൂപത്തിലൊക്കെ നമ്മൾ സഹകരിച്ചാൽ അതിന്റെ അർത്ഥം ആ ബിദ്അത്തിന് നമ്മൾ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. വതസ്ജീഅ അലൈഹ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൽ യജിബു ഇൻകാറുഹ വഅദമു ഹുദൂരിഹ, നമ്മൾ അതിനെ എതിർക്കണം, അതിൽ പങ്കുചേരാൻ പാടില്ല. എതിർക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എതിർക്കാൻ പറ്റുന്ന ആളുകൾ കൈകൊണ്ട് എതിർക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ആ വിദേശത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. കൈകൊണ്ട് പറ്റാത്ത സന്ദർഭത്തിലാണെങ്കിൽ നാവ് കൊണ്ട് പറയണം. അതിനും സാധിക്കാത്ത ആളുകൾ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. അപ്പോ ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ ഈ ബിദ്അത്തുമായി നമ്മൾ സഹകരിക്കാൻ പാടില്ല. മാനസികമായി സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും ഈ ബിദ്അത്തുകൾ നടത്തുന്ന ആളുകൾ റോഡുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അവരുടെ ബിദ്അത്തുകളും അവരുടെ തോന്നിവാസങ്ങളും മ്യൂസിക്കിലെ പാട്ടുകളും ദഫുമുട്ടൊക്കെ നടത്തുക. ഇത് ചെയ്യാത്ത ആളുകൾ അത് പോയി കാണാൻ, അത് കണ്ടു നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും, അത് മനസ്സിൽ അതിനോട് വെറുപ്പുള്ള ആളുകൾ ഒരിക്കലും അത് കണ്ടു നിൽക്കൂല. മനസ്സിൽ വെറുക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി അതിനെ സഹകരിക്കാതിരിക്കുക, മാനസികമായി അതിനോട് സഹകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് മുഫാറഖത്ത് കാണിക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇതൊക്കെ ബിദ്അത്താണെന്ന് പറയും, അവരുടെ പരിപാടികളൊക്കെ പോയി കാണുക, അത് കണ്ടു നിൽക്കുക, അത് വിജയിപ്പിച്ചു കൊടുക്കുക. നമ്മൾ മനസ്സിൽ അതിനോട് വെറുപ്പുണ്ടെങ്കിൽ, ഒരു ഗൈറത്ത്, അതിനോട് ഈർഷ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. നമ്മുടെ അധികാരത്തിലുള്ള ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ള തിന്മകളിലേക്ക് അത് കണ്ടു നിൽക്കാനോ അതിൽ പങ്കെടുക്കാനോ നമ്മൾ അനുവദിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ബിദ്അത്തായതുകൊണ്ടാണ്, തിന്മയായതുകൊണ്ടാണ്. തിന്മയോട് മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ വെറുച്ചിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഹൃദയം കൊണ്ട് വെറുക്കണം. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. അതിനും ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹി പറഞ്ഞു അവന്റെ ഈമാനിൽ ചെറിയ കടുകുമണി, അല്ലെങ്കിൽ ചെറിയ അളവ് പോലും അവന്റെ മനസ്സിൽ ഈമാനില്ല എന്നുള്ളതാണ്. തിന്മയോട് നമുക്ക് ഗൈറത്ത് വേണം. നമ്മൾ മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം തിന്മകളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കണം. നമ്മുടെ കുടുംബത്തിലും വീടുകളിലും അത് നാട്ടിലൊക്കെ ഇത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളികളിൽ വരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗം അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.